മനോള മാർക്കസ് ഇന്ത്യൻ പരിശീലക സ്ഥാനം ഒഴിഞ്ഞ കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇപ്പോൾ നിലവിൽ ഇന്ത്യൻ ടീമിന് ഒരു പരിശീലകനില്ല. ഇപ്പോൾ പുതിയ പരിശീലകനെ തേടുകയാണ് നമ്മുടെ ഇന്ത്യൻ ഫുട്ബോൾ. ഇപ്പോൾ അതിനെ തുടർന്ന് തന്നെ ഇന്ത്യൻ കോച്ച് ജോബിലേക്ക് 170ഓളം കോച്ചുമാർ പരിശീലകർ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇന്ത്യൻ പരിശീലകനായിട്ട് പുതുതായി വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ നിന്ന് ഇനി ഷോർട്ട് ലിസ്റ്റ് ചെയ്തിടുകയായിരിക്കും പുതിയ പരിശീലകനായി ഇന്ത്യൻ ഫുട്ബോൾ നിയമിക്കാൻ പോകുന്നത്. എന്തായാലും ആ 170 അപ്ലൈ ചെയ്തവരിൽ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ആൾക്കാർ, നമുക്ക് അറിയാവുന്ന കുറച്ച് ആൾക്കാരെ ഇപ്പോൾ മാർക്കസ് മെർഗുലോ ഒന്ന് അതിൽ വ്യക്തമാക്കിയിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് വരികയാണെങ്കിൽ ലിവർപൂളിൻ്റെ ഫോർമർ സ്റ്റാർസ് ആയ റോബി ഫൗളർ ഉണ്ട്, അതുപോലെ ഹാരി കിവിൽ എന്നീ 2 താരങ്ങൾ നമ്മുടെ പുതിയ പരിശീലകനാകാൻ വേണ്ടി അവർ അപ്ലൈ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇന്ത്യയുടെ ഫോർമർ പരിശീലകനായ സ്റ്റീഫൻ കോൺസ്റ്റൻറ്റൈന് അപ്ലൈ ചെയ്തിട്ടുണ്ട് വീണ്ടും. പിന്നെ അതുപോലെ ISL ചാമ്പ്യൻസ് ആയ നമ്മുടെ അന്റോണിയോ ലോപ്പസ് അബ്ബാസ്, സെർജിയോ ലൊബേറൊക്കെ ഈ ഒരു ജോബിന് വേണ്ടി അപ്ലൈ ചെയ്തിട്ടുണ്ട്. പിന്നെ ഐ ലീഗ് വിന്നേഴ്സ് ആയ സ്റ്റേക്കോസ് വർഗേറ്റൈസ് അതുപോലെ ആൻഡ്രി ചെർണിഷോവ് എന്നീ കോച്ചുമാരും ഐ ലീഗ് വിന്നേഴ്സായ ഈ കോച്ചുമാരും അവർ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇന്ത്യൻ പരിശീലകരായ ഖാലിദ് ജമീലി, സഞ്ജോയ്സൺ അതുപോലെ കാഷിയാപ്പ് എന്നീ കോച്ചുമാരും ഇപ്പോൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവരൊക്കെയാണ് ഒരു പ്രധാന നെയിമുകളായിട്ട് വരുന്നത്. എന്തായാലും ആരിനി പുതിയ പരിശീലനമാവും എന്നൊന്നും അറിയില്ല. എന്തായാലും ഈ ഒരു കോച്ചുമാർ ആര് വരണമെന്നാണ് നിങ്ങളൊരു ഒപ്പീനിയൻ. എങ്ങനെയായാലും ഏത് കോച്ച് വന്നിട്ടും വലിയ കാര്യം ഉണ്ടാവുമെന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല. നമ്മുടെ പ്ലേയേഴ്സിൻ്റെ ആറ്റിറ്റ്യൂഡും പ്ലേയേഴ്സിൻ്റെ ആ പെർഫോമൻസ് ഒന്നും കണ്ടിട്ട് നമുക്ക് OCA അതൊക്കെ ഒന്ന് നിലവിൽ വന്നാൽ എന്തെങ്കിലും ഒരു മാറ്റം വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നിങ്ങളെ അഭിപ്രായം എന്തായാലും കമൻറ്റായി രേഖപ്പെടുത്തുക.